ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം തുടങ്ങാറായി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് സി ആൻഡ് ഡിക്കുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ 4 മൊഡ്യൂൾസിനും വരുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചെങ്കിൽ, നമുക്ക് എന്താണോ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണോ അറിയുന്നത് അത് നിങ്ങൾ അറിയുന്ന പോലെ എഴുതി വെക്കണം. അവിടെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ ഇക്വേഷൻ, ഒരു ഡെഫിനിഷൻ, ദെൻ ഇക്വേഷനിൽ ഓരോ ടേംസ് എന്താണെന്ന് എഴുതിയാൽ നമുക്ക് 3 മാർക്ക് കിട്ടും. കൂടാതെ നിങ്ങൾ കറക്റ്റ് ആൻസർ പ്രതീക്ഷിച്ച് അത് തന്നെ എഴുതൂ എന്നുള്ളൊരു വാശി പിടിക്കരുത്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന് ഒരു തവണ വായിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു 3 തവണ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കണം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോൾ 3 തവണ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒരു ടേം നിങ്ങൾ ക്ലാസ്സിലോ അതേ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ടേമായിരിക്കും. ആ ടേം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എഴുതാതിരിക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് വിത്ത് എക്സാമ്പിൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ ദ റേഡിയസ് ഓഫ് nth ഡാർക്ക് റിംഗ് ഇൻ ന്യൂട്ടൺസ് റിംഗ്. അതിൽ തന്നെ വരുന്നതാണ് എക്സ്പ്ലെയിൻ വിത്ത് റീസൺ വാട്ട് ഹാപ്പൻസ് ടു ദ റേഡിയസ് വെൻ എയർ ഈസ് റീപ്ലേസ്ഡ് ബൈ എ ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu. The next question, what is diffraction? Then compare diffraction pattern with the interference pattern. Then next question, what is meant by quantum mechanical tunneling? Name 2 devices based on this phenomena. Okay, അപ്പോൾ ഇതിൽ നമ്മൾ ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വാട്ട് ഈസ് ഡൈഫ്രാക്ഷൻ എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പറയുന്നില്ല. അത് കഴിഞ്ഞ് വേറൊരു ടോപ്പിക്ക് വാട്ട് ഈസ് ഡൈഫ്രാക്ഷൻ എന്നുള്ളത് നമ്മൾ ഫ്രെനൽ ഡൈഫ്രാക്ഷനും ഫ്രൗൺഹോഫർ ഡൈഫ്രാക്ഷനും പറയുമ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓരോന്നും ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്, എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് നോക്കാം. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കിൾ ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദ ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പാർട്ടിക്കിൾ ഓഫ് ദി മീഡിയം എന്ന് പറയുന്നത്, മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും. അത് വൈബ്രേറ്റ് ചെയ്യുന്നത് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആണ്. വേവ് പോകുന്ന ഡിറക്ഷന് പാരലായിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുക പാർട്ടിക്കിൾ ഓഫ് ദി മീഡിയം. അപ്പോൾ അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് പാർട്ടിക്കിൾ ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് ഇൻ ഡയറക്ഷൻ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഇനി അങ്ങനെയാണെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവിന് എന്താണ് പ്രത്യേകത നോക്കാം. ട്രാൻസ്വേഴ്സ് വേവിൽ പാർട്ടിക്കിൾ ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് perpendicular to the direction of propagation. Perpendicular to the direction of propagation. ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിളാണ് ലൈറ്റ് വേവ്സ്. ഓക്കെ, ദെൻ ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് എക്സാമ്പിളാണ് സൗണ്ട് വേവ്സ്. നമ്മളൊരു ഹോളിലാണ് എക്സാം എഴുതാനിരിക്കേണ്ടാവുക, അവിടെ സൗണ്ടും ഉണ്ടാവും ലൈറ്റും ഉണ്ടാവും. അപ്പോൾ ലൈറ്റും സൗണ്ടും ആണ് എക്സാമ്പിൾ. സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് എക്സാമ്പിളാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് എക്സാമ്പിളാണ് സൗണ്ട് വേവ്സ്. ലൈറ്റ് വേവ്സ് ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നോക്കാം. നോക്കിയേ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ട്രാവൽ ചെയ്യുന്നത് കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ എന്ന് വെച്ചിട്ടാണ്. കംപ്രഷനും റെയർഫാക്ഷനും. ട്രാൻസ്വേഴ്സ് വേവ് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ക്രസ്റ്റും ട്രഫുമാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ക്രസ്റ്റ്, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് ട്രഫ് എന്ന് പറയും. ഓക്കെ, കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ. നോക്കിയേ, ഈ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 അഡ്ജസൻറ്റ് ക്രസ്റ്റ് ആയിരിക്കും. എനി 2 അഡ്ജസൻറ്റ് ക്രസ്റ്റ് അല്ലെങ്കിൽ 2 അഡ്ജസൻറ്റ് ട്രഫ് ആയിരിക്കും. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 അഡ്ജസൻറ്റ് കംപ്രഷൻ ഓർ റെയർഫാക്ഷൻ ആയിരിക്കും. എനി 2 അഡ്ജസൻറ്റ് കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ.
അപ്പോൾ ഇതാണ് സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡിഫറൻസ് നമ്മൾ പറഞ്ഞു, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ട്രാവൽ ചെയ്യുന്നത്, പാർട്ടിക്കിൾസ് ട്രാവൽ ചെയ്യുന്നത് പാരലൽ ടു ദ വൈബ്രേഷൻ ആയിരിക്കും. ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. ട്രാൻസ്വേഴ്സ് വേവ് നോക്കിയേ, ട്രാൻസ്വേഴ്സ് വേവ് പെർപെൻഡിക്കുലർ എന്നുള്ളതിന് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് ഷോർട്ടായിട്ട് കാണിക്കുന്നത് ഇങ്ങനെയാണല്ലോ അല്ലേ, ടീനെ തിരിച്ചിട്ടതാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മാറരുത്. ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ദെൻ ഇപ്പം 3 ഡിഫറൻസ് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പം മൂന്നാമത്തെ ഒരു ഡിഫറൻസും കൂടി ഓർത്ത് വയ്ക്കുക. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ട്രാവൽ ചെയ്യുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ദെൻ ട്രാൻസ്വേഴ്സ് വേവ് ട്രാവൽ ചെയ്യുന്നത് സോളിഡ് കൂടെ ട്രാവൽ ചെയ്യും. ദെൻ സർഫസ് ഓഫ് ലിക്വിഡ്, സർഫസ് ഓഫ് ലിക്വിഡ് കൂടിയാണ് എന്ത് ട്രാവൽ ചെയ്യുക, ട്രാൻസ്ഫേഴ്സ് ഓഫ് ലിക്വിഡ്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസിലുണ്ട് റൈറ്റ് എനി 3 ഡിഫറൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാരലൽ ട്രാവലിങ്ങും പെർപെൻഡിക്കുലർ എന്നുള്ളത് പഠിച്ചു വയ്ക്കുക, എക്സാമ്പിളും പഠിച്ചു വയ്ക്കുക. ഇത് രണ്ടെണ്ണം അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെയും ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെയും ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യന് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ റേഡിയസ് ഓഫ് nth ഡാർക്ക് റിംഗ് ഇൻ ന്യൂട്ടൺസ് റിംഗ് ആണ്. റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ റേഡിയസ് ഓഫ് nth ഡാർക്ക് റിംഗ് ഇൻ ന്യൂട്ടൺസ് റിംഗ്. അപ്പോൾ നമുക്കറിയാം r(n²), റേഡിയസ് ഓഫ് nth ഡാർക്ക് റിംഗ് r(n²) ഈക്വൽ ടു nr ലാംഡയാണ്. സോ റേഡിയസ് rn ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് nr ലാംഡ, സ്ക്വയർ റൂട്ട് ഓഫ് nr ലാംഡ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് അതിൽ തന്നെ വരുന്ന ക്വസ്റ്റ്യനാണ് വാട്ട് ഹാപ്പൻ ടു ദ റേഡിയസ് വെൻ എയർ ഈസ് റീപ്ലേസ്ഡ് ബൈ എ ലിക്വിഡ്. എയറിനെ നമ്മൾ മാറ്റി ഒരു ലിക്വിഡ് വെക്കുകയാണ്, ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ. എന്താണ് നമ്മുടെ ഇക്വേഷനിൽ സംഭവിക്കാനാണ്. നമ്മുടെ ഇക്വേഷൻ r(n²) ഈക്വൽ ടു nr ലാംഡ എന്നുള്ളത് എന്തായി മാറും, r(n²) ഈക്വൽ ടു nr ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ ആവും. സോ rn ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് nr ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ. അപ്പോൾ എന്താണ് സംഭവിച്ചത് നോക്കിയേ, റേഡിയസിന് എന്താ സംഭവിച്ചത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ് വന്നത്. ഇപ്പോൾ റേഡിയസിന് എന്ത് സംഭവിച്ചു, റേഡിയസ് ഡിക്രീസ് ചെയ്തു. റേഡിയസ് ഓഫ് ദി ന്യൂട്ടൺസ് റിംഗ് എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു ബൈ എ ഫാക്ടർ 1/μ. 1/μ എന്ത് ചെയ്തു, 1/μ എന്നുള്ള ഒരു ഫാക്ടർ വെച്ചിട്ട് അത് ഡിക്രീസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊരു സംഭവത്തിനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നാൽ വാട്ട് ഹാപ്പൻ, എയർ റീപ്ലേസ് ചെയ്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ അല്ലെങ്കിൽ ലിക്വിഡ് റീപ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് റേഡിയസ് ആണെങ്കിൽ റേഡിയസ് ഡിക്രീസ് ചെയ്യും, ഡയമീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ ഡിക്രീസ് ചെയ്യും. ഇനിയിപ്പോൾ ആംഗിൾ ആണെങ്കിൽ ഇപ്പോൾ എയർ വെഡ്ജിൻ്റെ കേസിലാണെങ്കിൽ ആംഗിൾ ഓഫ് ദി വെഡ്ജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, തീറ്റ, ആംഗിൾ ഓഫ് ദി വെഡ്ജ് തീറ്റ ഈസ് ഈക്വൽ ടു λ/2 ബീറ്റ ആണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു λ/2 ബീറ്റ ആണെങ്കിൽ ഇവിടെ നമ്മൾ എയർ മാറ്റി ലിക്വിഡ് വന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇക്വേഷൻ എന്താവും, തീറ്റ ഈസ് ഈക്വൽ ടു λ/2 ബീറ്റ മ്യൂ. ഇപ്പോൾ ഡിനോമിനേറ്ററിലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരിക. ഇത് എയർ വെഡ്ജിൻ്റെ കേസിലാണ് ഇപ്പോൾ നമ്മൾ ന്യൂട്ടൺസ് റിങ്ങിൻ്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ജസ്റ്റ് നമ്മൾ r(n²) ഈക്വൽ ടു nr ലാംഡ, rn ഈക്വൽ ടു nr ലാംഡ സ്ക്വയർ റൂട്ട് ഓഫ് nr ലാംഡ എന്നുള്ള ഇക്വേഷൻ എഴുതി. ഇനി നമ്മൾ റേഡിയസ് ഇനി എന്ത് സംഭവിച്ചു എന്നുള്ളതും കൂടി എഴുതിയാൽ നമുക്ക് 3 മാർക്ക് കിട്ടും. ഓക്കെ, n ഈസ് ഈക്വൽ ടു 1 2 3. n എന്ന് പറയുന്ന ഒരു ഇൻറ്റീജറാണ്. r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി ലെൻസ് ആണ്. ദെൻ ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻ അറിയില്ല, എസ് എ ക്വസ്റ്റ്യൻ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുകൂടി ഇതെങ്കിലും അവിടെ കൊണ്ടുപോയി എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മാർക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർഫറൻസ് ആൻഡ് ഡൈഫ്രാക്ഷൻ.
ഓക്കെ, നമുക്ക് ഇൻ്റർഫറൻസും ഡൈഫ്രാക്ഷനും 2 കോളായിട്ട് വരച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ സൂപ്പർ പൊസിഷൻ ഓഫ് 2 ഡിഫറെൻറ്റ് വേവ്സ് ആണ്. ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ ഓഫ് 2 ഡിഫറെൻറ്റ് വേവ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്സ് ഫ്രം സെയിം വേവ് ഫ്രണ്ടിൽ നിന്നുള്ള 2 വേവ്ലെറ്റ്സ് എന്ത് ചെയ്തിട്ടാണ്, സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ്. സെയിം വേവ് ഫ്രണ്ടിൽ 2 വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് ഡൈഫ്രാക്ഷൻ എങ്കിൽ ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ 2 ഡിഫറെൻറ്റ് വേവ്സ് ആണ്. ദെൻ സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻ്റർഫറൻസിൽ മിനിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ ഡൈഫ്രാക്ഷനിൽ മിനിമം ഇൻറ്റൻസിറ്റി ഈസ് നോട്ട് 0. ദെൻ ഇൻ്റർഫറൻസിലെ മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എല്ലാത്തിനും സെയിം ആയിരിക്കും. മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ബട്ട് ഇൻ ഡൈഫ്രാക്ഷൻ ഇൻറ്റൻസിറ്റി എന്താണ്, വേരിയബിളാണ്. അതായത് മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പോയിൻ്റ് ടു പോയിൻ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് ജസ്റ്റ് പറഞ്ഞു നോക്കാം. ഇൻ്റർഫറൻസിന് എക്സാമ്പിളാണ് ന്യൂട്ടൺസ് റിങ്ങും എയർ വെഡ്ജും. അത് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കണ്ടിട്ടുണ്ടാവും. അതിൽ മാക്സിമം എന്ന് പറയുന്നത് എല്ലാം യെല്ലോ കളറായിരിക്കും, എല്ലാത്തിനും ഒരേ കളറായിരിക്കും. മിനിമം എന്ന് പറയുന്നത് എല്ലാം ഡാർക്കായിരിക്കും. ഓക്കെ, ദെൻ ഡൈഫ്രാക്ഷൻ എക്സാമ്പിളാണ് നമ്മൾ ചെയ്ത ഗ്രേറ്റിംഗ്. ഇപ്പോൾ ഗ്രേറ്റിങ്ങിൽ നിങ്ങൾ സെൻറ്ററിൽ നോക്കുമ്പോൾ നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടും. ദെൻ ഡിസ്റ്റൻസ് കൂടുന്തോറും ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്നത് നോട്ട് സെയിം ആണ്. ദെൻ ഇൻ്റർഫറൻസിൽ ബാൻഡ് വിഡ്ത്ത് സെയിം ആണ്. ഇൻ്റർഫറൻസിൽ ഇപ്പോൾ നമ്മൾ എയർ വെഡ്ജൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ബാൻഡ് വിഡ്ത്ത് സെയിം ആയിരിക്കും. ദെൻ ഡൈഫ്രാക്ഷനിൽ ബാൻഡ് വിഡ്ത്ത് ഓർ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഇക്വിഡിസ്റ്റൻ്റ് ആവില്ല, നെവർ ഇക്വിഡിസ്റ്റൻ്റ്. ഓക്കെ, ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർഫറൻസ് ആൻഡ് ഡൈഫ്രാക്ഷൻ. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്? അപ്പോൾ ഇതാണ് നമ്മുടെ ടണൽ. ഈ ടണലിന് റീജിയൻ 1ൽ നിന്ന് 3ലേക്ക്, നമ്മുടെ റീജിയൻ 2 ആണ് നമ്മളെ ടണൽ. ഒരു പാർട്ടിക്കിൾ ഇവിടുന്ന് ഇങ്ങോട്ട് പെനിട്രേറ്റ് ചെയ്തിട്ട് എവിടെ എത്തണം, റീജിയൻ 3ലെത്തണം. ഇതിനെയാണ് നമ്മൾ ടണലിംഗ് എന്ന് പറയുന്നത്. ഫ്രം റീജിയൻ 1 ടു 3 ത്രൂ റീജിയൻ 2. ഈ റീജിയൻ 2 ആണ് നമ്മുടെ നമ്മുടെ ടണൽ എന്ന് പറയുന്നത്. ഈ റീജിയൻ 2 ആണ് നമ്മുടെ ബാരിയർ. ഇതിന് തുളച്ച് ഇപ്പുറത്തോട്ടെത്തണം. ഇതാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൽ പറയുന്നത്. അപ്പം നമുക്കിതിൽ എഴുതേണ്ട കാര്യം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഫിഗർ വരച്ചിട്ട് നമ്മൾ പറയേണ്ടത് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്താണ് പറയുന്നതെന്ന് പറയാം. ക്ലാസിക്കൽ മെക്കാനിക്സിൽ പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ എനർജി V0 ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ഈ ബാരിയറിൻ്റെ എനർജി, ഈ ടണലിൻ്റെ എനർജി V0 ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജി V0ക്കാളും കൂടുതലാണെങ്കിൽ മാത്രമാണ് പാർട്ടിക്കിളിനെ എവിടേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, 1ൽ നിന്ന് 3ലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഏത് വഴി? ത്രൂ റീജിയൻ 2 വഴി എന്നാണ് ആര് പറയുന്നത്? ക്ലാസിക്കൽ മെക്കാനിക്സ് പറയുന്നത്. ദാറ്റ് ഈസ് വി ക്യാൻ പെനിട്രേറ്റ് പാർട്ടിക്കിൾ ഫ്രം region 1 to 3 through 2. That is, tunneling can occur only when E greater than V0. Only when E greater than V0 എന്നാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് പറയുന്നത്. ടണലിംഗ് ക്യാൻ ഒക്കർ ഓൺലി വെൻ ടണലിംഗ് ക്യാൻ പോസിബിൾ ഓൺലി വെൻ E greater than V0. ബട്ട് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് there is a probability to penetrate. There is a possibility to penetrate particle from region 1 to 3 through region 2 even if ഇങ്ങനെയാണെങ്കിലും even if E greater than less than V0 ആണെങ്കിലും ഒരു എന്തുണ്ട്, പ്രോബബിലിറ്റി ഉണ്ട് എന്നാണ് ആര് പറയുന്നത്? ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് പറയുന്നത് ഓൺലി വെൻ E greater than V0 ആണെങ്കിലാണ് പെനിട്രേറ്റ് ചെയ്യുള്ളൂ. ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് E less than V0 ആണെങ്കിൽ പോലും there is a possibility or probability to penetrate.
ഇതാണ് ഈ പ്രോപ്പർട്ടീനെ, ഈ ഫിനോമിനയെ പറയുന്ന പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൽ പറയുന്ന സമയത്ത് ക്വാണ്ടം മെക്കാനിക്സ് ടണൽ ചെയ്യുന്നു എന്ന് പറയും E<V0. അത് മാത്രം പറഞ്ഞാൽ പോരാ. ക്ലാസിക്കൽ മെക്കാനിക്സിൽ പറയുന്നത് E>V0 ആണെങ്കിൽ മാത്രമേ ദി പാർട്ടിക്കിൾ ക്യാൻ പെനിട്രേറ്റ് ഓൺലി വെൻ E>V0 അതുകൂടി പറയണം. ഓക്കെ, ഇനി നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെ 2-3 എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ടണൽ ഡയോഡ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഫ്ലാഷ് മെമ്മറി ആൻഡ് ദ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. അപ്പോൾ ടണൽ ഡയോഡ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഫ്ലാഷ് മെമ്മറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ ക്വാണ്ടം ടണലിംഗ് മൈക്രോസ്കോപ്പിൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് ഫൈബർ ഒപ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻ വിത്ത് നോർമൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേഷനെ കൂടുതൽ നമ്മൾ എന്തുകൊണ്ടാണ് ഫൈബർ ഒപ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻ്റെ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ആണ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ആൻഡ് പ്ലാസ്റ്റിക്. ദർ ആർ വെരി ഗുഡ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ്. ഇലക്ട്രിക്കൽ ഐസൊലേഷൻ. ഇനി അത് നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ 3 മാർക്കാണ്, ഒരു 6 പോയിൻ്റ് എഴുതി വയ്ക്കുക. ഓക്കെ, ലോ കോസ്റ്റ് ആണ്, സേഫർ ദാൻ കോപ്പർ കേബിൾസ്, ലോ ട്രാൻസ്മിഷൻ ലോസ്, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ലോസ് വളരെ കുറവാണ്, എനർജി ലോസ്, സിഗ്നൽ സെക്യൂരിറ്റി, ലോങ്ങർ ലൈഫ് സ്പാൻ, ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്, ഈസി മെയിൻ്റനൻസ്, ഫ്ലെക്സിബിൾ ആൻഡ് സ്ട്രോങ്, ദെൻ എക്സ്ട്രീംലി വൈഡ് ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോ ടേംസിനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ പോയിൻറ്റ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് പറയുന്നതിന് മുൻപേ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് പ്രിഫേർഡ് ഓവർ അതർ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ്. ഓക്കെ, അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, ഫൈബർ ഒപ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് പറയാൻ പോവുകയാണ്. നെക്സ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് 2 ഡിഫറൻസ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്, ഗീവ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച്. അപ്പോൾ ഈ ഡിസ്റ്റിങ്വിഷ് ഒരു ലിസ്റ്റ് 2 ഡിഫറൻസ്, അപ്പോൾ നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. Okay, next, how will you test the plainness of surface using air wedge? How will you test the plainness? Plainness എന്ന് ഉദ്ദേശിക്കുന്ന ഒപ്റ്റിക്കൽ പ്ലെയിൻനെസ് ഓഫ് എ ഗ്ലാസ് പ്ലേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫ്രെനൽ ആൻഡ് ഫ്രോൺഹോഫർ ക്ലാസസ് ഓഫ് ഡൈഫ്രാക്ഷൻ. ഇവിടെ നമ്മൾ ഡൈഫ്രാക്ഷൻ എന്താണെന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്? നെയിം 2 ഇലക്ട്രോണിക് ഡിവൈസസ് ബേസ്ഡ് ഓൺ ദിസ് ഫിനോമിന. അപ്പം ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് നമ്മൾ ഇതിന് മുൻപ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മ്യൂസിക്കൽ സൗണ്ട് ആൻഡ് നോയ്സ്. മ്യൂസിക്കൽ സൗണ്ട് നോയ്സ് തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സോണാർ? റൈറ്റ് എനി വൺ ആപ്ലിക്കേഷൻ ഓഫ് സോണാർ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും എങ്ങനെയാണ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഹൗ ടു ടെസ്റ്റ് ദ ഒപ്റ്റിക്കൽ പ്ലെയിൻനെസ് ഓഫ് ഗ്ലാസ് പ്ലേറ്റ്. ഒപ്റ്റിക്കൽ പ്ലെയിൻനെസ് ഓഫ് ഗ്ലാസ് പ്ലേറ്റ് എന്ന് പറയുന്നത് എയർ വെഡ്ജിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ എയർ വെഡ്ജ് പഠിച്ച കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടും, അതല്ലാത്തവർ കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർത്ത് വയ്ക്കുക. എയർ വെഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒപ്റ്റിക്കലി ഗ്ലാസ് പ്ലേറ്റിങ്ങിന്, നെക്സ്റ്റ് ഒപ്റ്റിക്കലി 2 ഒപ്റ്റിക്കലി പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റാണ്. ഒപ്റ്റിക്കലി പ്ലെയിൻ ആണ്. ഒപ്റ്റിക്കലി പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് ഇങ്ങനെ one end of the glass plates are in contact, another end is separated by a small distance. അപ്പോൾ നമ്മൾ ഈ വെച്ചിട്ടുള്ള എയർ വെഡ്ജ് 2 ഗ്ലാസ് പ്ലേറ്റ് ഇങ്ങനെ ഒരു എൻഡ് കോണ്ടാക്ട് ചെയ്തു, ഒരു എൻഡ് ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്മോൾ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ഈ സ്ഥലത്ത് ഇൻ ബിറ്റ്വീൻ ദീസ് 2 ഗ്ലാസ് പ്ലേറ്റ് ഒരു എയർ ഫിലിം ഫോം ചെയ്യും. ഓക്കെ, എയർ ഫിലിം ഫോം ചെയ്ത് നമ്മൾ മോണോക്രോമാറ്റിക് ലൈറ്റ്, എന്ത് ലൈറ്റാണ്? മോണോക്രോമാറ്റിക് ലൈറ്റ്
ഇൻസിഡൻറ്റ് നോർമലി ഓൺ ദിസ് അപ്പാരച്ചസ് ഇൻസിഡൻറ്റ് ചെയ്താൽ റിഫ്ലക്ഷനൊക്കെ നടന്ന് ഇൻ്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് പ്ലേറ്റും ഒപ്റ്റിക്കലി പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ള പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫ്രിഞ്ചസ് കിട്ടും. എന്തൊക്കെയാണ് പ്രത്യേകത? ഇക്വിഡിസ്റ്റൻ്റ് ആണ്, പാരലലാണ്, സ്ട്രെയിറ്റ് ആണ്. ഇക്വിഡിസ്റ്റൻ്റ്, പാരലൽ, സ്ട്രെയിറ്റ്, ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ്, ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ട് ഗ്ലാസ് പ്ലേറ്റിൽ ഏതെങ്കിലും ഒന്ന് ഒപ്റ്റിക്കലി പ്ലെയിൻ അല്ലെങ്കിൽ ഇഫ് ദ ഗ്ലാസ് പ്ലേറ്റ്സ് ആർ നോട്ട് ഒപ്റ്റിക്കലി പ്ലെയിൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രിഞ്ചസ് എന്ന് പറയുന്നത് ഫ്രിഞ്ചസ് ബ്രൈറ്റ് ബാൻഡ്സ് ഓർ ഫ്രിഞ്ചസ് എന്നാണ് പറയുക. ഫ്രിഞ്ചസ് എന്ന് പറയുന്നത് നോട്ട് ഇക്വിഡിസ്റ്റൻ്റ്, നോട്ട് പാരലൽ, നോട്ട് സ്ട്രെയിറ്റ്. ഇപ്പോൾ ഒപ്റ്റിക്കലി പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് ഇക്വിഡിസ്റ്റൻ്റ് പാരലൽ ഫ്രിഞ്ചസ് കിട്ടും. അതിന് നമ്മൾ പറയുന്ന പേരാണ് റെഗുലർ ഫ്രിഞ്ചസ്. ഇവിടെ നമ്മൾ നോട്ട് ഇക്വിഡിസ്റ്റൻ്റ്, നോട്ട് പാരലൽ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രിഞ്ചസ് എന്ന് പറയുന്നത് ഇറഗുലർ ഫ്രിഞ്ചസ് ആണ്. അപ്പം അതിങ്ങനെ ഇക്വിഡിസ്റ്റൻ്റ് ഒന്നല്ലാതെ പാരലൽ അല്ലാണ്ട് സ്ട്രെയിറ്റ് അല്ലാണ്ട് കുറേ കാര്യങ്ങൾ കിട്ടും. ഇവിടെ കറക്റ്റ് ഇക്വിഡിസ്റ്റൻ്റ്, പാരലൽ, ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രെനൽ ഡൈഫ്രാക്ഷൻ ഫ്രോൺഹോഫർ ഡൈഫ്രാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഡൈഫ്രാക്ഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഡൈഫ്രാക്ഷൻ ഈസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ്. ജസ്റ്റ് ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ബെൻഡിങ് ഓഫ് ലൈറ്റ് towards the edges of an obstacle. Bending of light towards the edges of an obstacle. ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിൻ്റെ എൻസിലോട്ട് ടുവേർഡ്സ് ദ എൻസിലോട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ ലൈറ്റ് ബെൻഡ് ചെയ്യാണ്. അപ്പോൾ ആ ബെൻഡിങ് ഓഫ് ലൈറ്റ് എന്നുള്ള ഫിനോമിനെ പറയുന്ന പേരാണ് ഡൈഫ്രാക്ഷൻ. ഇനി ബെൻഡ് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. സൈസ് ഓഫ് ദി ഒബ്സ്റ്റക്കിൾ ഈസ് വെരി സ്മാൾ. വെരി സ്മാൾ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്ത് നടക്കുള്ളൂ? ഡൈഫ്രാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ഡൈഫ്രാക്ഷൻ ഈസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് ടുവേർഡ്സ് ദ എഡ്ജസ് ഓഫ് ആൻ ഒബ്സ്റ്റക്കിൾ. ഇനി രണ്ട് ടൈപ്പ് ഡൈഫ്രാക്ഷൻ ഉണ്ട്. ഒന്ന് ഫ്രെനൽ ഡൈഫ്രാക്ഷന്, ഫ്രോൺഹോഫർ ഡൈഫ്രാക്ഷന്. ഇപ്പോൾ ഫ്രെനൽ ഡൈഫ്രാക്ഷൻ ആയാലും ഫ്രോൺഹോഫർ ഡൈഫ്രാക്ഷൻ ആയാലും നമുക്ക് 3 കാര്യങ്ങൾ വേണം. ഒന്ന് സോഴ്സ്, ഡൈഫ്രാക്ഷൻ നടങ്ങി സോഴ്സ് വേണം, സ്ക്രീന് വേണം. സോഴ്സിൻ്റെയും സ്ക്രീനിൻ്റെയും ഇടയിലാണ് നമ്മൾ ഒബ്സ്റ്റക്കിൾ വെക്കുക. ഓക്കെ, ഇനി ഈ സോഴ്സും സ്ക്രീനും എവിടെയാണോ വെച്ചിട്ടുള്ളത് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫ്രെനലും ഫ്രോൺഹോഫർ ഡൈഫ്രാക്ഷനും പറയുന്നത്. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദ distance between source and screen. Depending on the position of the source and screen, there are 2 types of diffraction, Fresnel diffraction and Fraunhofer diffraction. അപ്പോൾ ഈ Fresnel diffractionൽ either the source or the screen, either the source or the screen, or both are at finite distance. എന്ത് വേണം? രണ്ടും ഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ് വെക്കുന്നത്. ഏതിൽ? ഫ്രെനൽ ഡൈഫ്രാക്ഷനിൽ. അങ്ങനെയാണെങ്കിൽ ഫ്രോൺഹോഫർ ഡൈഫ്രാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ടും ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഫ്രോൺഹോഫർ ഡൈഫ്രാക്ഷനിൽ സോഴ്സും സ്ക്രീനും ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ്. അപ്പം അതുകൊണ്ട് രണ്ടും ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ നമുക്ക് 2 കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. 2 കോൺവെക്സ് ലെൻസസ് ആർ യൂസ്ഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രെസ്നൽ ഡൈഫ്രാക്ഷനിൽ എന്ത് യൂസ് ചെയ്യുന്നില്ല? കോൺവെക്സ് ലെൻസസ് യൂസ് ചെയ്യുന്നില്ല. നോ കോൺവെക്സ് ലെൻസസ് ആർ യൂസ്ഡ്. ഇനി ഇതിന് എക്സാമ്പിൾ, ഫ്രെനൽ ഡൈഫ്രാക്ഷൻ എക്സാമ്പിൾ ഡൈഫ്രാക്ഷൻ അറ്റ് സ്ട്രെയിറ്റ് എഡ്ജാണ്. സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂർത്ത് നിൽക്കുന്ന മുന പോലത്തെ സംഭവം.
ഓക്കെ, ഇനി ഫ്രോൺഹോഫർ ഡൈഫ്രാക്ഷൻ എക്സാമ്പിളാണ് ഡൈഫ്രാക്ഷൻ അറ്റ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിയറി ഉണ്ടല്ലോ നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻ. പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ആണ് ഏതിന് എക്സാമ്പിൾ? ഫ്രോൺഹോഫർ ഡൈഫ്രാക്ഷന് എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ മ്യൂസിക്കൽ സൗണ്ടും നോയ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പം മ്യൂസിക്കൽ സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മ്യൂസിക്കൽ സൗണ്ട് ഈസ് ദാറ്റ് ഇൻ വിച്ച് vibrations of the sounding body are periodics. Vibrations of the sounding body are periodics, following each other regularly and rapidly, so as to produce pleasing effect on the ear without any sudden change in loudness. അപ്പോൾ മ്യൂസിക്കൽ സൗണ്ട് നമുക്ക് പ്ലീസിങ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് റെഗുലർലി ആൻഡ് റാപ്പിഡ്ലി എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും പീരിയോഡിക്കായിട്ട്. ഓക്കെ, അപ്പോൾ പീരിയോഡിക് വൈബ്രേഷൻസ് ആണ് എവിടെ സൗണ്ട് എന്ന് പറയുന്നത്. Musical sound is that in which vibrations of the sounding body are periodic, following each other regularly and rapidly, so produces pleasing effect. ഇനി നമുക്ക് നോയ്സ് എന്താണെന്ന് നോക്കാം. ഇപ്പം നോയ്സ് എന്ന് പറയുന്നത് അൺവാണ്ടഡ് സൗണ്ട് വേവ്സ് ആണ്. അൺവാണ്ടഡ് ഓർ അൺഡിസൈഡ് സൗണ്ട് വേവ്സിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ഇത് ഇറഗുലർ ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിരിക്കും. ഇത് തന്നെ എയർ ബോൺ നോയ്സ് ഉണ്ട്, സ്ട്രക്ചർ ബോൺ നോയ്സ് ഉണ്ട്, ഇൻസൈഡ് നോയ്സ് ഉണ്ട്. അത് നമ്മൾ നമ്മുടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇറഗുലർ നോയ്സ് ആണ്, ഇറഗുലർ വേവ്സ് ആണ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് സൗണ്ട് വേവ്സിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. നമ്മൾ മ്യൂസിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ അത് റെഗുലറായിട്ട് പീരിയോഡിക്കായിട്ട് കറക്റ്റായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന വേവ്സ് ആയിരിക്കും. അപ്പം സൗണ്ട് വേവ്സ് മ്യൂസിക്കൽ സൗണ്ട്സ് എന്ന് പറയുന്നത് പ്ലീസിങ് ആണെങ്കിൽ നമ്മുടെ നോയ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്റ്റർബ്ഡ് സൗണ്ട് ആയിരിക്കും, നമുക്ക് ഡിസയേർഡ് ആയിരിക്കും, ഡിസ്കംഫേർട്ട് ആയിരിക്കും. അപ്പം മ്യൂസിക്കൽ സൗണ്ടൊക്കെ എവിടെയാണ് വരുന്നത്? വീണ, ഗിറ്റാർ, ഹാർമോണി, ഫ്ലൂട്ട്സ് ഒക്കെയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ നമുക്ക് അവിടെ എഴുതി വയ്ക്കാം. ഓക്കെ, ഒന്നും എഴുതാതിരുന്നാലാണ് നമുക്ക് മാർക്ക് കിട്ടാതിരിക്കുള്ളൂ. മ്യൂസിക്കൽ സൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന പോലെ എഴുതാം, നോയ്സിനെ കുറിച്ചും അറിയുന്ന പോലെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോണാറാണ്. സോണാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ്. സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ്. നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, ഇത് അതിൻ്റെ ഫുൾ ഫോം. ഈ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറയുന്നത് അൾട്രാസോണിക് വേവ്സിൻ്റെ അപ്ലിക്കേഷനാണ്. അൾട്രാസോണിക് വേവ്സിൻ്റെ അപ്ലിക്കേഷനാണ് ഇത് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഈ അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡെപ്ത് ഓഫ് ദി സീ കണ്ടുപിടിക്കാനാണ് സോണാർ യൂസ് ചെയ്യുന്നത്. ഡെപ്ത് ഓഫ് ദി സീ, അപ്പോൾ ഒരു അപ്ലിക്കേഷനായി ടു ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് ദി സീ. ഇനി സോണാർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഡെപ്ത് ഓഫ് ദി സീ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ അൾട്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി വേവ്സ് ആണ്. ഈ ഹൈ ഫ്രീക്വൻസി വേവ്സിനെ നമ്മൾ സിയുടെ ഡെപ്ത് ഡി ആണെന്ന് വിചാരിക്കുക. ഈ ഡി എന്ന ഡെപ്തിലേക്ക് നമ്മൾ അൾട്രാസോണിക് വേവ്സിനെ പറഞ്ഞയക്കും. അപ്പോൾ ഈ അൾട്രാസോണിക് വേവ്സ് സിയുടെ ആഴത്തിലെത്തിയിട്ട് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഈ ഇവിടുന്ന് പറഞ്ഞയച്ചത് മുതൽ തിരിച്ച് എത്തുന്നത് വരെയുള്ള ടൈം നമ്മൾ മെഷർ ചെയ്യും. അപ്പം സെൻഡിങ് വേവ്സും റിഫ്ലക്റ്റഡ് വേവ്സ് എന്ന് പറയുന്ന റിസീവിങ് വേവ്സും തമ്മിലുള്ള ടൈം നമ്മൾ മെഷർ ചെയ്യും. അപ്പോൾ ടൈം നമുക്ക് ടി കിട്ടും. ദെൻ അൾട്രാസോണിക് വേവ്സിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് v is equal to എന്ത് കിട്ടും? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ നോക്കിയേ, വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ഇപ്പോൾ ഇത് ട്രാവൽ ചെയ്തിട്ടുണ്ട്? ഡെപ്ത് ഓഫ് ദ സീ അങ്ങോട്ടും ട്രാവൽ ചെയ്തു, തിരിച്ച് ഡെപ്ത് ഓഫ് ദ സീ ഇങ്ങോട്ടും ട്രാവൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് തിരിച്ചു വന്നത്. ഏത് ടൈം കൊണ്ട്? ടി എന്ന ടൈം കൊണ്ട് അൾട്രാസോണിക് വേവ്സ് 2D ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഓക്കെ, 2D ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതുകൊണ്ട് തന്നെ അൾട്രാസോണിക് വേവ്സിൻ്റെ വെലോസിറ്റി v is equal to 2D/t ആണ്. അപ്പോൾ നമുക്ക് d is equal to എന്ത് കിട്ടും? v into t/2 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. ഡെപ്തിൽ പോയി നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് 2D ഡിസ്റ്റൻസാണ് ഏത് ടൈം കൊണ്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ടൈം കൊണ്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ,
അപ്പം നമ്മൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്പോണ്ടാനിയസ് എമിഷനും ഡിഫറൻസ് ബിറ്റ്വീൻ സ്പോണ്ടാനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷനാണ്. ഇപ്പം നമുക്കറിയാം ഇത് പ്രോസസ് ഇൻ ലേസറിൽ വരുന്നതാണ്. വാട്ട് ആർ ദ പ്രോസസ് ഇൻ ലേസർ? ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, സ്പോണ്ടാനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ. സ്പോണ്ടാനിയസ് എമിഷനും സ്റ്റിമുലേറ്റഡ് എമിഷനും. അപ്പോൾ നമുക്ക് വാട്ട് ആർ ദ പ്രോസസ് ഇൻ ലേസറിന് ചോദിച്ചാൽ ഈ 3 പ്രോസസ്സ് ജസ്റ്റ് എഴുതിയിട്ട് ഇത് 2 എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതും കൂടി നോക്കാം. അപ്പോൾ സ്പോണ്ടാനിയസ് എമിഷനും സ്റ്റിമുലേറ്റഡ് എമിഷനും തമ്മിൽ എന്താണ് ഡിഫറൻസ്? അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ക്ലാസ്സിൽ അതല്ല ചെങ്ങൾ എസ് എ ക്വസ്റ്റ്യനിലൊക്കെ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണെന്നുള്ളത് ഇങ്ങനെ ഓരോന്നായിട്ട് പഠിച്ചെഴുതിയിട്ടുണ്ടാവും. നമ്മൾ ഇനീഷ്യലി ഫോട്ടോൺസ് എവിടെയാണ് ഇരിക്കുന്നത്, ദെൻ അത് എമിറ്റ് ചെയ്ത് എവിടെ എത്തും? ആറ്റംസ് ഹയർ എനർജി ലെവലിലാണ്. ഹയർ എനർജി ലെവൽസ് നിന്ന് ആറ്റംസ് ലോവർ എനർജി ലെവലിലേക്ക് ഒരു ഫോട്ടോൺ വിത്ത് എനർജി Hν = E2 - E1 എന്നുള്ള എനർജി എന്ത് ചെയ്യും? എമിറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അത് വേണം, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. അതല്ലാന്നുണ്ട് ചെങ്ങപ്പം ഇവിടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ നമ്മൾ ഇനീഷ്യലി ആറ്റംസൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ 2 ഫിഗർ വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എമിഷൻ ആയതുകൊണ്ട് തന്നെ രണ്ടും ഇനീഷ്യലി ആറ്റംസ് ഹയർ എനർജി ലെവൽസിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഫോട്ടോണാണ് എമിറ്റ് ചെയ്യുന്നത്. ഇവിടെയും എമിഷൻ തന്നെയാണ്, ഫോട്ടോൺസിൻ്റെ എമിഷനാണ്. ഇപ്പോൾ ആറ്റംസ് ഇനീഷ്യലി മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ആറ്റംസ് എങ്ങോട്ട് എമിറ്റ് ചെയ്യും? താഴേക്ക് എമിറ്റ് ചെയ്യും. ഇവിടെ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റിമുലേറ്റഡ് എമിഷനിൽ. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് 3 മാർക്കിന് എഴുതാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ഫോട്ടോണും ഇവിടെ നിങ്ങൾ 2 ഫോട്ടോണും കാണിച്ചാൽ മതി ഈ ഫിഗറിൽ. അപ്പോൾ ഫിഗർ ഇത്രയും വരച്ചാൽ മതി. അപ്പോൾ നോക്കിയേ, ഇവിടെ സ്പോണ്ടാനിയസ് എമിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ നോ എക്സ്റ്റേണൽ സോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. സഡൻ ആയിട്ട് നടക്കുന്ന സ്പോണ്ടാനിയസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. സഡൻ പ്രോസസ്സാണ്. ഓക്കെ, ദെൻ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ ഫോട്ടോൺ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. എക്സ്റ്റേണൽ ഓർ ഇപ്പോൾ നമ്മൾ ആ പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ തന്നെയുള്ള ഫോട്ടോണാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോൺസ് സ്റ്റിമുലേറ്റ് ചെയ്താൽ മാത്രമാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, എക്സ്റ്റേണലിന് കൊടുക്കേണ്ട, ഫോട്ടോൺസ് എന്ത് ചെയ്താൽ മാത്രമാണ്, സ്റ്റിമുലേറ്റ് ചെയ്താൽ മാത്രമാണ് എന്ത് എടുക്കുകയുള്ളൂ? സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഫോട്ടോൺ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നില്ല. നോ ഫോട്ടോൺ മൾട്ടിപ്ലിക്കേഷൻ ഏതിൽ? സെക്കൻഡ് പോയിന്റിൽ സ്റ്റിമുലേറ്റഡ് എമിഷനിൽ, സ്പോണ്ടാനിയസ് എമിഷനിലാണ് നോ ഫോട്ടോൺ മൾട്ടിപ്ലിക്കേഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷനിൽ ഫോട്ടോൺ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. സ്റ്റിമുലേറ്റഡ് എമിഷനിൽ എന്ത് നടക്കും? ഫോട്ടോൺ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് നോ ഫോട്ടോൺ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനാണ്. റേഡിയേഷനൊന്നും ഉണ്ടാവില്ല. നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്നത് റേഡിയേറ്റീവ് ട്രാൻസിഷനാണ്. റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. റേഡിയേറ്റീവ് ട്രാൻസിഷനാണ്. എമിഷൻ നടക്കുന്നത് റേഡിയേഷൻസ് ആയിട്ടാണ് ട്രാൻസിഷൻ. അപ്പം നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനെയാണ് നമ്മൾ സ്പോണ്ടാനിയസ് എമിഷൻ എന്ന് പറയുന്നത്. റേഡിയേറ്റീവ് ട്രാൻസിഷനെയാണ് നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. ഇവിടെ ബീം എന്ന് പറയുന്നത് നോട്ട് മോണോക്രോമാറ്റിക്. ഇവിടെ സ്പോണ്ടാനിയസ് എമിഷനിൽ നമുക്ക് കിട്ടുന്നത് ബീം ഈസ് നോട്ട് മോണോക്രോമാറ്റിക്. എമിറ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത് നോട്ട് മോണോക്രോമാറ്റിക് ആണ്. അപ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുമ്പോൾ എന്ത് കിട്ടും? സ്റ്റിമുലേറ്റഡ് എമിഷനിൽ മോണോക്രോമാറ്റിക് ലൈറ്റാണ് എമിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ ആയതുകൊണ്ട് തന്നെ ഇൻറ്റൻസിറ്റി ഈസ് നോട്ട് ഹൈലി ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് ദ ബീം ഈസ് ഹൈലി ഇൻറ്റൻസ്. ഓക്കെ, ഇവിടുത്തെ അൺകൺട്രോൾഡ് പ്രോസസ്സാണ്. സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത് അൺകൺട്രോൾഡ് പ്രോസസ്സാണ്. അൺകൺട്രോൾഡ് റാൻഡം പ്രോസസ്സ്. ദെൻ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത് കൺട്രോൾഡ്
കൺട്രോൾഡ് റെഗുലർ പ്രോസസ്സാണ്. കൺട്രോൾഡ് റെഗുലർ പ്രോസസ്സാണ്. ഓക്കെ. ഇനി അതുകൂടാതെ തന്നെ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കണമെങ്കിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ എക്സിസ്റ്റ് ചെയ്യണം. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നുള്ള കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത് ഡ്യൂ ടു പോപ്പുലേഷൻ ഇൻവേർഷൻ. ഇവിടെ എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് spontaneous emission is not due to population inversion. ഓക്കെ. ഇനി ഒരു കാര്യം കൂടി. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ വാട്ട് ആർ ദ പ്രോസസ് ഇൻ ലേസർ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്താൽ 2 മാർക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എപ്പോഴാണ് ലേസർ ബീംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷനും സ്റ്റിമുലേറ്റഡ് എമിഷനും ഉണ്ട്. അപ്പോൾ ഇതിൽ സ്പോണ്ടേനിയസ് എമിഷനും ഉണ്ട്, സ്റ്റിമുലേറ്റഡ് എമിഷനും ഉണ്ട്. സ്റ്റിമുലേറ്റഡ് എമിഷൻ ഗ്രേറ്റർ ദാൻ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്ന സമയത്താണ് ലേസർ ബീംസ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതും കൂടി ഓർത്ത് വയ്ക്കുക. എപ്പോഴാണ് ലേസർ ബീംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്റ്റിമുലേറ്റഡ് എമിഷൻ ഗ്രേറ്റർ ദാൻ സ്പോണ്ടേനിയസ് എമിഷൻ. ദാറ്റ് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഈസ് മോർ പ്രിഡോമിനൻറ്റ് ദാൻ സ്പോണ്ടേനിയസ് എമിഷൻ. ഇതാണ് പ്രോസസ് ഇൻ ലേസർ. ഓക്കെ. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറൻസ് ഇൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്ന ഒരു 5 പോയിൻ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 പോയിൻ്റ് ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, കളക്ട് ചെയ്ത് എഴുതുക. അപ്പോൾ ഇതിൽ മാക്സിമം നിങ്ങൾ ഫിഗർ ഇൻക്ലൂഡ് ചെയ്യുക. സ്പോണ്ടേനിയസ് എമിഷനിൽ 1 ഫോട്ടോണാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റിമുലേറ്റഡ് എമിഷനിൽ നമ്പർ ഓഫ് 2 ഫോട്ടോൺസാണ് എമിറ്റ് ചെയ്യുന്നത്. ഈ 2 ഫോട്ടോൺസ് എന്ന് വേറെ 2 ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് വീണ്ടും 4 ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പം ഒരു 5 പോയിൻ്റ് നിങ്ങൾ പഠിച്ച് വെക്കുക. 5 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതുക. ഇനി അതല്ല, നിങ്ങൾ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇങ്ങനെ 2 കോളം വരച്ച് എഴുതുകയാണെങ്കിൽ, ഡിഫറൻഷിയേറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കോളം വരച്ച് എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മൊഡ്യൂൾ വൈസ് ഓരോ മൊഡ്യൂളിലത്തെയും ഓരോ ടോപ്പിക്ക് വെച്ചിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക എന്നുള്ളതും അതൊന്ന് ജസ്റ്റ് പറയാം. അപ്പോൾ നിങ്ങളതൊന്ന് കേട്ടിട്ട് പോയാൽ മതി. നിങ്ങൾക്ക് ഹോളിൽ ഇരുന്നിട്ട് നിങ്ങൾക്കത് എഴുതാൻ കിട്ടും. ഓക്കെ. നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് പാസ്സാവാൻ എളുപ്പമാണ്. എസ്എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എക്സാമിന് ഷുവറായിട്ട് വരുന്നത് എന്നുള്ളത് ഞാൻ നമ്മുടെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം പറയാം. ഓക്കെ. താങ്ക് യു.